ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് അടിപൊളി ചിക്കൻ മന്തീൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റുള്ള നല്ല ഫ്ലേവർ ആയിട്ടുള്ള മന്തിയാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഒരു വലിയ സവാളയും പിന്നെ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ക്യാരറ്റും ക്യാപ്സിക്കവും ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇനി ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി കുറച്ച് തോലോട് കൂടി എടുക്കണം. പിന്നെ ഇതുപോലെ ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിയും 1/4 ടേബിൾ സ്പൂൺ പെപ്പറും ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. എന്നിട്ട് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ വലിയ ജീരകവും ഇട്ടിട്ട് ഒന്നും കൂടി ക്രഷ് ചെയ്തെടുക്കാം. ഇത് മന്തീൻ്റെ ഫ്ലേവർ കൂട്ടാനുള്ള ഒരു അടിപൊളി മസാലയാണ്. ഇനി ഇതാ 1.5 കിലോ ചിക്കൻ എടുത്തിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ചില്ലി പൗഡർ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ കളറ് മാറിപ്പോവും. പിന്നെ ഇതാ 2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഈ മന്തി മസാല വേണം. ഞാനിവിടെ ടോപ്സിൻ്റെ ബ്രാൻഡാണ് എടുത്തത്. ഇത് നല്ല ഫ്ലേവറുള്ള മന്തി മസാലയാണ്. ഇത് 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ആ പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി കുറച്ച് പകുതിയോളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു മിനിമം അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഫ്ലെയിം ഓണാക്കി ഇതുപോലെ ഒരു സോസ് പാൻ വെച്ച് കൊടുക്കാം. ഇനി ഇതിനകത്ത് 1/2 കപ്പിൻ്റെ അടുത്ത് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. കുറവാന്ന് തോന്നിയാൽ കുറച്ചും കൂടി ഒഴിച്ചെടുത്താൽ മതി. പിന്നെ ഇതുപോലെ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ പെപ്പർ ഇട്ട് കൊടുക്കണം. അതുപോലെ 1/2 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ഇതുപോലെ ഡ്രൈ ലെമൺ ചേർക്കുമ്പം ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുത്താൽ നല്ലോണം ഫ്ലേവർ ഇറങ്ങും. അതിലകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഓരോ ചിക്കൻ പീസസായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് മാഗി ക്യൂബ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇതെന്തായാലും ചേർത്ത് കൊടുക്കണം. 2 എണ്ണം ചേർത്ത് കൊടുക്കാം. പിന്നെ 1 നമ്മൾ ക്രഷ് ചെയ്യുമ്പം ഇട്ടിരുന്നു. ടോട്ടൽ ഒരു 3 എണ്ണം എന്തായാലും ചേർക്കണം. ഇനി ചിക്കൻ ഒരു സൈഡ് കുക്കാവുന്നവരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു സൈഡ് കുക്കായ ശേഷം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ 2 സൈഡും കുക്ക് ചെയ്തെടുക്കണം. സോറി, ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പം ലൈറ്റ് ഇല്ലാതെ ശ്രദ്ധിച്ചിട്ടില്ലേനു. എനിക്ക് പിന്നെ മനസ്സിലായത് ലൈറ്റ് ഓൺ ആക്കിയിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് കുറച്ച് ക്ലിയർ കുറവ്. ഇനി ഇതിനകത്തേക്ക് നേരത്തെ മാറ്റി വെച്ച ക്രഷ് ചെയ്ത ആ ഒരു മിക്സും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു ബേ ലീഫും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്യാം. പിന്നെ ഇതുപോലെ സവാള ഇട്ട് കൊടുക്കാം. നടുക്കിൽ കുറച്ച് സ്പേസ് ആക്കിയിട്ട് അവിടെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് സോട്ടാകുന്നവരെ വെയിറ്റ് ചെയ്യുക. പിന്നെ ഈ വെജിറ്റബിളും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ടൈമിലാണ് ഞാൻ ലൈറ്റ് ഇട്ടത്, അതുകൊണ്ടാണ് നേരത്തെ കുറച്ച് ക്ലിയർ കുറഞ്ഞു പോയത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് അതും കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതുപോലെ മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് കുക്കായാൽ ഇതിനകത്തേക്ക് പൗഡേഴ്സ് ചേർക്കാം. ആദ്യം തന്നെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ 2 ടീസ്പൂൺ മന്തി മസാല ചേർക്കാം. 2-3 ടീസ്പൂൺ ചേർക്കാം. പിന്നെ ഇതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് പച്ചമണം മാറ്റിയെടുക്കണം. ഈ ടൈമിൽ അരിയാക്കുക. ഞാനിവിടെ ഊറ്റിയെടുക്കുന്ന രീതിയിലാണ് ആക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ ബസുമതി റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം ഇതുപോലെ സോസ്പാൻ്റെ 1/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട്. അത് ഒരു സുമാർ വെച്ച് എടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇത് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്ക് ചിക്കനും മസാലയും എല്ലാം നന്നായിട്ട് സോട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ടൈം ആയാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ചിക്കൻ പീസസൊക്കെ വേറൊരു പാനിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പം ഇതാണ് മസാലയുടെ പരുവം. കരിഞ്ഞു പോകാനും പാടില്ല, നന്നായിട്ട് സോട്ടാവാണ്ട് നിൽക്കാനും പാടില്ല. ഈ ഒരു രീതിയിൽ കിട്ടണം. ഈ ടൈമിൽ ഞാൻ ചിക്കൻ ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ചേർത്തെടുത്താൽ മതി. പിന്നെ കുറച്ച് ആവശ്യത്തിന് ടൊമാറ്റോ സോസും ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ സ്റ്റെപ്പ് നിർബന്ധമില്ല, ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. നല്ലോണം
ഫ്രൈ ചെയ്താൽ എനിക്ക് കുറച്ച് ഫ്രൈ ആയിട്ട് കിട്ടുന്നതാണ് ഇഷ്ടം. അപ്പം കുറച്ച് ഓയിലും കൂടി ചേർത്ത് ഒന്നിത് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് ഓൾറെഡി കുക്ക് ചെയ്തത് ആയതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അരിയൊന്ന് വെന്ത് വന്നാൽ ഇതുപോലെ ഒരു അരിപ്പ വെച്ച് വെള്ളം ഊറ്റിയെടുക്കണം. ഇനി മന്തി സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് റൈസ് ഇട്ട് കൊടുക്കാം അതിൻ്റെ മേലെ. അങ്ങനെ മുഴുവനായിട്ട് റൈസ് ഇട്ട് സെറ്റ് ചെയ്യണം. ഒരു രീതിയിലാണ് അധികാളും കുക്ക് ചെയ്ത് കാണൽ. ഞാൻ വേറൊരു മന്തീൻ്റെ റെസിപ്പിയും കൂടി ഇട്ടിരുന്നു. അപ്പം അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. പിന്നെ ഇതുപോലെ ചിക്കൻ പീസസ് ഇട്ട് കൊടുത്ത് ഇതുപോലെ കുറച്ച് പച്ചമുളക് എടുത്തിട്ട് ഒന്ന് കുത്തി കൊടുക്കുകയും ചെയ്യണം. പിന്നെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുക്കുക. എന്നിട്ട് അതിലത്തേക്ക് കനലിട്ട് കൊടുക്കുക. ചിരട്ടേൻ്റെ കനലാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് അന്നേരം തന്നെ ഇതുപോലെ ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത ശേഷം നമുക്ക് ഈ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ചിക്കന് വേറൊരു പാനിലേക്ക് മാറ്റി ഈ അരി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം മിക്സ് ചെയ്താൽ കളറ് മാറി ഈ ഒരു രീതിയിൽ കിട്ടും. അപ്പം നമ്മൾ കനലൊക്കെ വെച്ച് ചെയ്തത് കൊണ്ട് തന്നെ നല്ല സ്മോക്കി ഫ്ലേവറുള്ള മന്തിയായിരിക്കും. പിന്നെ മസാലക്കും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം ഇതാണ് മന്തീൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇതിന് മുന്നേ മന്തീൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നല്ല അടിപൊളി മന്തി റെസിപ്പിയാണ്. അപ്പം ഇത് ഈസി ആയിട്ട് എല്ലാവരും ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത്. പക്ഷേ ഞാൻ ആദ്യം പോസ്റ്റ് ചെയ്ത മന്തി അങ്ങനെ അധികം ആരും ഉണ്ടാക്കുന്ന കാണലില്ല. അപ്പം അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. നല്ല ഫ്ലേവറഡ് മന്തി തന്നെയാണ് അതും. പിന്നെ ഈ മയോണൈസിൻ്റെ ബ്രെഡ് ചട്നീൻ്റെ എല്ലാം റെസിപ്പി ഞാൻ ആ മന്തി വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം. അപ്പം 2 രീതിയിലും ഉണ്ടാക്കി നോക്ക്. രണ്ടിനും വേറെ വേറെ ടേസ്റ്റാണ്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.